നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബീഫ് കറി എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കൊന്നും വേറെ പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ടി വരില്ല. ഇതിൻ്റെ ഒരു സ്ലൈസും ഒരു തേങ്ങാക്കൊത്തും കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിറങ്ങുന്ന അറിയേയില്ല. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റി നല്ല പോലെ ഗ്രേവിയൊക്കെ തിക്കാക്കി എടുക്കുന്ന നല്ല കിഡിലനൊരു ബീഫ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം. ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇതിലിടാം കേട്ടോ. ഞാൻ പക്ഷേ ഇതിൽ മീറ്റ് മസാല ഇടുന്നില്ല. നമുക്കിനി കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പം ഈ ബീഫ് ഒന്ന് മൂടി വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, അതുകൊണ്ട് ഞാനിത് കുക്കറിലിടുന്നില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാൻ പോവാണേ. അപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ ബീഫാണെങ്കിൽ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. അപ്പം നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റിലും അത് വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ വെച്ച് 3 വിസിലിൽ നിങ്ങൾക്കത് വേവിച്ചെടുക്കാം. ചില ബീഫൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവാണ്, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനേ. അപ്പം ഞാൻ ഈ ബീഫൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഉപ്പും മഞ്ഞളും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് വേവിക്കാനായിട്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ ഈ ബീഫിൽ നിന്നൊക്കെ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഈ ബീഫ് ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വെള്ളം നമ്മളിതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. കാര്യം ഇത് കറി ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇനിയും വെള്ളം അതിൽ ചേർക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒരിച്ചിരി നമ്മൾ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനിത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ ബീഫ് ഇപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാനിതിലൊട്ടും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ബീഫിൽ നിന്ന് തന്നെ കുറേ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് ഒരെണ്ണം എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ബീഫ് പാകത്തിന് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് കറി ആയതുകൊണ്ടാണ് ഇതിൽ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് വേവിച്ചത്. ഇപ്പോൾ ഇതൊരു റോസ്റ്റൊക്കെ ആണെങ്കിൽ മസാലകളെല്ലാം ഇതിൽ ചേർത്ത് നമ്മൾ വേവിച്ചാണ് എടുക്കുന്നത്. ബീഫ് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി, ഒരു കിടില റെസിപ്പി ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ഇതിൻ്റെ താഴെ. ഇപ്പോൾ നമ്മുടെ ബീഫ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ആ പാനിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ഇടുന്നത്. നമ്മൾ തേങ്ങാക്കൊത്തൊന്നിട്ട്
നല്ലതുപോലെ ഇത് ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഈ തേങ്ങാക്കൊത്തൊക്കെ ഞാനിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ആദ്യം തന്നെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കറി റെഡിയാകുമ്പോൾ ലാസ്റ്റിൽ ചേർത്താലും മതിയാവും. ഇപ്പം ഞാൻ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ചതച്ചോ അരച്ചോ ചേർക്കുന്നതാണ് എപ്പോഴും നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചും ചേർക്കാം. ഞാനിപ്പോൾ ഇത് ചതച്ചാണ് ചേർക്കുന്നത്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുന്നതാണ് നല്ലത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഈ സമയത്ത് കുറച്ച് തക്കാളി ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറിയിൽ തക്കാളി ഇടുന്നില്ല. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് വേവിച്ചത് ഈ ബീഫ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. ഇപ്പോൾ അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയേക്കാളും കുറച്ചുകൂടെ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ, ഇല്ലേ പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടിയും സവാളയും ബീഫും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വഴറ്റിയതിന് ശേഷം ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ബീഫിൽ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണേ. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഈ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ വഴറ്റിയിട്ടാണ് ഇതിൽ ചേർത്തേക്കുന്നത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി നേരിട്ട് ചേർക്കാൻ പാടില്ല. ഇതിൽ കുരുമുളകാണ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇടേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു 2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഞാനതുകൊണ്ട് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഉപ്പൂടെ നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുരുമുളക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് തുറന്ന് വെച്ച് വറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മളുടെ ബീഫൊക്കെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ മൂടി വെച്ച് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൂടി വെച്ചാൽ നമ്മുടെ ബീഫിൻ്റെയൊക്കെ ഫ്ലേവർ അങ്ങനെ അതിലിരിക്കും. ഫ്ലേവറൊന്നും അങ്ങനെ പുറത്തോട്ട് പോവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കിയാണ് എടുക്കുന്നത്. കുറച്ച് നല്ല തിക്ക് ഗ്രേവിയിലാണ് എടുക്കുന്നത്. ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയി കഴിഞ്ഞു. നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് ഈ മസാലയൊക്കെ ബീഫിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് ആദ്യമേ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഗ്രേവിയൊക്കെ കാണാൻ പറ്റുന്നില്ലേ? നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിക്കാനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും സവാള ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ കടുക് താളിക്കാൻ എപ്പോഴും നല്ലത് ചുവന്നുള്ളി ആയിരിക്കുമേ. എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ താളിച്ച കടുക് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ താളിപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഏത് കറിയിലായാലും കടുക് താളിച്ച് ചേർത്താൽ ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രമേ തുറക്കാവൂ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ താളിച്ച കടുകിൻ്റെയും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഫ്ലേവർ അങ്ങനെ കറിയിൽ നിൽക്കും. നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബീഫ് കറി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് ബീഫൊക്കെ നല്ലപോലെ വെന്ത് ഇതിലെല്ലാം ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നല്ല ചൂട് കുത്തരി ചോറിനുമൊക്കെ ഈ രീതിയിലുള്ള ബീഫ് കറി നല്ല കിടുക്കനൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ ബീഫ് കറി എപ്പോഴും നമ്മൾ കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് നല്ലോണം കൂടും. അതേപോലെ പകുതി സവാളയും പകുതി ചുവന്നുള്ളിയായിട്ടും ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് നല്ലപോലെ കൂടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. എന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ഇടണം കേട്ടോ.